ഓഫീസിലെ പണം മോഷ്ടിച്ചതിന് ഞാൻ കൊടുത്ത കേസ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അല്ല, അതിന്റെ കാര്യത്തില് സൂര്യ എന്തെങ്കിലും തീരുമാനം പറഞ്ഞു? അതിനത് കള്ളക്കേസല്ലേ? ഓ, അയ്യോ, അപ്പോ അത് കള്ളക്കേസാണെന്ന് അങ്ങ് ഉറപ്പിച്ചു അല്ലേ? അപ്പം പരിഹാരം ചെയ്യാനും അവൻ തീരുമാനം എടുത്തിട്ടുണ്ടാവും. അയ്യോ, ഞാനിതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല കേട്ടോ. പൊതുവേ എനിക്കും എൻ്റെ മക്കൾക്കും അല്പ ക്ഷീണകാലം ഇത്. ഈ വെള്ളപ്പൊക്കം വരുമ്പോഴേ വീടിനകത്ത് വെള്ളം ഇങ്ങനെ എരച്ചു കയറുമ്പോൾ പാമ്പും പഴുതാരയും തേളും ഒക്കെ അങ്ങ് കൂട്ടത്തിലുണ്ടാവും. എന്റെ വീട്ടിലെ യഥാർത്ഥ ചിത്രം ഇപ്പോ അതാ. അത്തരത്തില് വീടിനകത്ത് കയറിക്കൂടിയ പാമ്പിനെയും പഴുതാരയും തേളിനും ഒക്കെ കൺമുമ്പിൽ നിന്നാലും തല്ലിക്കൊല്ലാൻ പറ്റൂ? ആ, എന്ന് കരുതി അതൊക്കെ സുരക്ഷിതാണെന്നുള്ള അഭിപ്രായവും എനിക്കില്ല. എന്നാ മക്കള് പോയിട്ടോ. ശരി മാഡം. ശരി മാഡം. ചെല്ല്. ഇതെങ്ങനെ ആന്റി ഇത്ര കൃത്യമായിട്ട് പാമ്പും പഴുതാരയും തേളും ഒക്കെ വായിൽ വരുന്നേ? വെറുതെ നിൽക്കുന്ന ആളെ കൊണ്ടുപോലും നാവും കൈയും ഉയർത്താൻ ആന്റിയുടെ ഈ ഒരൊറ്റ വാചകം മതി അല്ലേ ഇന്ദ്രജ്? വാടയ്ക്ക് സത്യം പറഞ്ഞ വരുമ്പോ ഞങ്ങൾക്ക് നല്ല സങ്കടമായിരുന്നു. ഏട്ടൻ എന്തെങ്കിലും ചോദിച്ചു പോയാ എന്റെ നിയന്ത്രണം വിട്ടു പോയേനെ. വേറെ ആര് ചെയ്താലും നീ അത് ചെയ്യാൻ പാടുണ്ടോ ആരതി എന്ന് ചോദിച്ചു പോയിരുന്നെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഏട്ടന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലായിരുന്നു. സൂര്യസാറിനെ നീ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? സത്യം പറഞ്ഞ സാറൊരു കോടീശ്വരനായിട്ട് ജനിച്ചതും ജീവിച്ചതും ഒന്നും വിശ്വസിക്കാനേ തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മളോടൊക്കെ സാർ ഇങ്ങനെ ഇടപെടൂ? എന്നോടും എന്റെ വീട്ടുകാരോടും നിങ്ങളോടും ഒക്കെ സാറ് സത്യസന്ധമായിട്ടുള്ള സ്നേഹമല്ലേ കാണിക്കുന്നേ? അതെ നന്ദിനി, അതുകൊണ്ട് തന്നെ നിന്നോട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ആവർത്തിക്കുക. ഏട്ടനെ വിട്ട് ഒരു കാലത്തും നീ ഒരിടത്തേക്കും പോവരുത്. തമ്മിൽ തല്ലിക്കാനൊക്കെ അവര് നോക്കും. അതിനുള്ള പവറും അവർക്കുണ്ട്. സൂക്ഷിക്കണം നന്ദിനി. സൂര്യസാറ് ഓർമ്മയോടും ബോധത്തോടും കൂടി ഈ വീട്ടിനകത്തുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല വിവേകെ. ഞാനത് സഹിക്കും, ചിരിച്ചുകൊണ്ട് തന്നെ സഹിക്കും. എനിക്കിപ്പോ സൂര്യസാറിനെ അത്രയ്ക്കിഷ്ടം. സൂര്യസാർ എന്റെ കഴുത്തിലൊരു താലി കെട്ടിയത് വഴിതെറ്റി വന്ന മംഗല്യ സൂത്രം എന്ന് ഇവിടെയുള്ളവരിടയ്ക്ക് പറയും. പക്ഷെ ദൈവം അതെനിക്ക് തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്നതാ. അതാ എന്റെ ജീവിതം എന്ന് എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതാ. അപ്പൊ പിന്നെ എന്ത് നോക്കാൻ? നീ നോക്കിക്കോ നന്ദിനി. കുറച്ചു കാലം കഴിയുമ്പോ നിങ്ങളെ തളർത്താൻ നോക്കുന്നവരും സമ്മതിക്കും. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ജോഡികളാണ് നിങ്ങളെന്ന്. അല്ലേ ആരതി? പിന്നെ രണ്ടെണ്ണത്തിന്റെ ലൈഫ് പോകുന്ന പോക്ക് കണ്ടിട്ടെ ഇവൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? അടിമയാണ്, വേലക്കാരിയാണ്. അതൊക്കെ ഇപ്പൊ മാറിയില്ലേ? ഞാൻ സൂര്യസാറിന്റെ ഭാര്യയാണെന്ന് അഭിമാനത്തോടെ പറയാൻ തുടങ്ങി. നീ എന്റെ ഏട്ടന്റെ ഭാഗ്യാണടി. നിന്നെ പോലെ ഒരാളെ കൂട്ടിന് കിട്ടുന്നത് എന്റെ ഏട്ടൻ ചെയ്ത മഹാപുണ്യ. ഓ മതി മതി, കൂടുതൽ വലിയ കാര്യങ്ങൾ കേട്ടാലേ
ചിലപ്പോ എനിക്ക് കരയാനുള്ള കാര്യങ്ങള് അവരെല്ലാരും കൂടി കൂടുതൽ ഒരുക്കി വെക്കും. രണ്ടാളും പോവാൻ നോക്ക്. ഞങ്ങള് ഇടയ്ക്ക് വരാം. വരണം. സൂര്യ സാറ് മനസ്സുറന്ന് ചിരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ നിങ്ങളുടെ മുൻപിലാ. എനിക്കത് കാണുന്നത് ഒരുപാട് ഇഷ്ടാ. ഓക്കെ നന്ദിനി, ഞങ്ങൾ ഇറങ്ങാണേ. മമ്മി, സത്യം പറഞ്ഞ വിവേകിന്റെ ആരതിയുടെ വരവ് പോലും നന്ദിനി ചെയ്യിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. അവൾ ഓരോ തെളിവുകളായിട്ട് സൂര്യയുടെ മുൻപിൽ എത്തിച്ചോണ്ടിരിക്കുക. അവൾക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഈ ജീവിതത്തിൽ ഒരിക്കലും സൂര്യ നമ്മളോട് കോംപ്രമൈസ് ചെയ്യരുത്. അതാണ് അവളുടെ താല്പര്യം. വിവേകിന്റെ കാര്യത്തില് മമ്മി എന്താ തീരുമാനിച്ചിരിക്കുന്നത്? വരട്ടെ, ഒരുപാടങ്ങ് തോറ്റു മുന്നോട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ. ചിലർക്കേ സമ്പത്തും സൗഭാഗ്യവും ഒക്കെ അങ്ങ് ജന്മനാ കിട്ടും. ചിലർക്ക് ഭാഗ്യം കൊണ്ടങ്ങ് കിട്ടും. പിന്നെ ദൈവം കണ്ണടയ്ക്കുന്ന ചില സമയങ്ങളില് ചില തെരുവ് തെണ്ടികൾക്കും അത്തരം ചില സൗഭാഗ്യങ്ങളൊക്കെ കൈപറ്റും. അതിന്റെ പേരിൽ അഹങ്കരിക്കണമെന്ന് തോന്നുന്നവരൊക്കെ അങ്ങ് അഹങ്കരിക്കട്ടെ. മുകളിലേക്ക് കയറിയ തിരിച്ചിറക്കാനുള്ള മാർഗങ്ങളൊക്കെ നമുക്കറിയാലോ. ആ, നിങ്ങള് വാ.